speak both English and Hindi. Second, and both English and Hindi. Both English and Hindi. The number of people, question, the number of people who speak at least one of the two languages. At least one of the two languages is option A 40, option B 50, option C 20, option D 80, option E 60. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മുമ്പൊരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ഫ്ലൈറ്റ് 50 പീപ്പിൾ സ്പീക്ക് ഹിന്ദി. 50 പേര് ഹിന്ദി സംസാരിക്കും, 20 പേര് ഇംഗ്ലീഷ് സംസാരിക്കും, 10 പേര് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എങ്കിലും സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതെങ്കിലും ഒന്ന് അറ്റ്ലീസ്റ്റ് സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എനി ഐഡിയ ടു സോൾവ് ദിസ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങൾ സെറ്റ് തിയറിയിലെ വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊന്ന് മനസ്സിലാക്കേണ്ട, ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷെ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഒക്കെ ലാസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 110 114 ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ കുട്ടികൾ അതിലേക്ക് എത്തില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നിങ്ങൾ 120 ക്വസ്റ്റ്യൻസും ഒരിക്കലെങ്കിലും വായിച്ചു നോക്കി എന്ന് ഉറപ്പുവരുത്തലാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീന്? ഓക്കെ, സോ ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പൊ NOE എന്ന് വിചാരിക്കുക, ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ എണ്ണം. NOE എന്ന് പറയുന്നത് 20 ആണ്. 20. NOH ഹിന്ദി സംസാരിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, രണ്ടും സംസാരിക്കുന്നവര്, അതായത് NOE ഇന്റർസെക്ഷൻ H, രണ്ടും എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർസെക്ഷൻ ആണ് യൂസ് ചെയ്യുക. രണ്ടും സംസാരിക്കണം. ഇന്റർസെക്ഷൻ മീൻസ് രണ്ടും സംസാരിക്കണം. ഓക്കെ, രണ്ടും, അതായത് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ. ഓക്കെ, ബോത്ത് എന്ന് പറയുന്നതാണ് ഇന്റർസെക്ഷന്റെ അർത്ഥം. അത് 10. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യമാണ്. 20 പേര് ഇംഗ്ലീഷ് സംസാരിക്കും, 50 പേര് ഹിന്ദി സംസാരിക്കും, 10 പേര് രണ്ടും സംസാരിക്കും. നമുക്ക് വേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു ലാംഗ്വേജ്. അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന അവിടെ നമ്മൾ യൂസ് ചെയ്യുക യൂണിയൻ ആണ്. യൂണിയന്റെ അർത്ഥമാണ് അറ്റ്ലീസ്റ്റ്. ഓക്കെ, യൂണിയൻ ആണ് അറ്റ്ലീസ്റ്റിന്റെ അർത്ഥം. സ്ക്രീൻ കാണുന്നില്ല? ഓക്കെ, അതാണ് ഞാൻ ചോദിച്ചത്. സ്ക്രീൻ കാണുന്നില്ല. ഇപ്പൊ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ജസ്റ്റ് ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് പറയൂ. ഹലോ, എനിബഡി? നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നു? സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഇൻ എ ഫ്ലൈറ്റ് 50 people speak Hindi, 20 speak English and 10 speak both English and Hindi. Number of people who speak at least one of the two languages. അതായത് 50 പേര് ഹിന്ദി സംസാരിക്കും, 20 പേര് ഇംഗ്ലീഷ് സംസാരിക്കും, 10 പേര് രണ്ട് ലാംഗ്വേജും സംസാരിക്കും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സംസാരിക്കുന്ന എത്ര പേരുണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിവിടെ രണ്ടും എന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ യൂസ് ചെയ്യും. ഏതെങ്കിലും ഒന്ന്, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിയൻ യൂസ് ചെയ്യും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ആണ്. സോ യൂണിയൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ NOE യൂണിയൻ Hന്റെ ഫോർമുല NOE പ്ലസ് NOH മൈനസ് NOE ഇന്റർസെക്ഷൻ H.
ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ അതേ ഒരു ഐഡിയ തന്നെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. എൻ ഓഫ് ഇ യൂണിയൻ എച്ച് ചെയ്യാൻ കണ്ടുപിടിക്കാൻ പറഞ്ഞ എൻ ഓഫ് ഇ പ്ലസ് എൻ ഓഫ് എച്ച് മൈനസ് എൻ ഓഫ് ഇ ഇന്റർസെക്ഷൻ. സോ ഇറ്റ് ഈസ് 20 plus 50 minus 10. So it is 70 minus 10 equal to 60. So answer is option E, 60. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻ അറിയുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് മുമ്പൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ചോദ്യങ്ങളും നിങ്ങളുടെ ഇതിലുണ്ടാവും. അപ്പൊ സെറ്റ് തിയറിയിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും തന്നെ ഒരുവിധം ചെയ്യാൻ കിട്ടുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. എഴുതിയെടുക്കേണ്ടവർക്ക് ഇത് എഴുതിയെടുക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a class in an examination in mathematics max 10 students scored 100 marks. 10 students 100 marks each. 10 students scored 100 marks each. 2 students scored 0. And the average of the remaining students mark is 72 marks. If the class average is 76, then the number of students in the class. Option A 44, option B 40, option C 38, option D 34, option E 32. Okay, this is a very interesting question. ഒരു ക്ലാസ്, ആ ക്ലാസ്സിലെ മാത്സിൽ എക്സാം നടത്തിയപ്പോൾ 10 സ്റ്റുഡൻസിന് 100 മാർക്സ് കിട്ടി. 2 സ്റ്റുഡൻസിന് 0 മാർക്സ് കിട്ടി. 2 സ്റ്റുഡൻസിന് 0 മാർക്സ് കിട്ടി. ഓക്കെ, ആൻഡ് ദി ആവറേജ് ഓഫ് ദി റിമൈനിങ് സ്റ്റുഡൻസ് ഈ 72 മാർക്സ് ആണ്. ബാക്കിയുള്ള സ്റ്റുഡൻസിന്റെ ആവറേജ് എന്ന് പറയുന്നത് 72 ആണ്. ക്ലാസിന്റെ മൊത്തത്തിലെ ആവറേജ് 76 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? ഇത് സെറ്റ് തിയറിയുടെ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത് പ്രോബ്ലം ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒരു ആവറേജിന്റെ ഐഡിയ കൃത്യമായിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആവറേജ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു കുട്ടിക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും.
എന്താണ് ആവറേജ്? എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? ഒരു ക്ലാസിന്റെ ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒരു ക്ലാസിന്റെ ആവറേജ് എങ്ങനെയാണ്? നമ്മളിപ്പോ ഒരു പരീക്ഷ നടത്തി, ആ ക്ലാസിന്റെ ടോട്ടൽ ആവറേജ് എങ്ങനെയാ കണ്ടുപിടിക്കുക? എല്ലാവരുടെയും മാർക്സ് തമ്മിൽ കൂട്ടിയിട്ട് ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് കിട്ടും. ശരിയല്ലേ? ശരിയല്ലേ? ഒരു ക്ലാസിന്റെ ആവറേജ് കാണുന്ന മെത്തേഡ് എന്താണ്? ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അവരുടെ എല്ലാവരുടെയും മാർക്സ് തമ്മിൽ കൂട്ടുക, എന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? പ്ലീസ് റെസ്പോണ്ട്. യെസ്. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ലെറ്റ് n ബി ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ലെറ്റ് n ബി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. Let n be the number of students in the class. Then ടോട്ടൽ മാർക്ക് കിട്ടണം. ടോട്ടൽ മാർക്ക് കിട്ടാൻ 10 കുട്ടികൾക്ക് 100 മാർക്ക് ഉണ്ട്. അപ്പൊ 10 × 100 പ്ലസ് 10 × 100 പ്ലസ് 2 സ്റ്റുഡൻസിന് 0 മാർക്കാണ്. അപ്പൊ 2 × 0 പ്ലസ് ബാക്കി സ്റ്റുഡൻസിന്റെ ക്ലാസ് ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കി സ്റ്റുഡൻസിന്റെ ക്ലാസ് ആവറേജ് എന്ന് പറയുന്നത് 72 ആണ്. അപ്പൊ നമ്മള് ഇപ്പൊ നമുക്കൊരു ബാക്കി സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ കൗണ്ടിന്ന് 12 കുറച്ചാലാണല്ലോ ബാക്കി സ്റ്റുഡൻസ് കിട്ടുക. ടോട്ടൽ കൗണ്ട് n ആണ്, അതിന്ന് 12 കുറച്ചാലാണ് എന്ത് കിട്ടുക? ബാക്കി സ്റ്റുഡൻസിന്റെ എണ്ണം കിട്ടുക. ബാക്കി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് n-12 ആണ്. അപ്പോ ബാക്കി സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്കിനെ ഞാൻ സം s എന്ന് വിളിച്ചാൽ s/n-12 ആണ് 72. ശരിയല്ലേ? ബാക്കി സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്കിനെ ഞാൻ s എന്ന് വിളിച്ചാൽ ഓക്കെ, s/n-12 ആണ് 72. Is it clear? Is it clear to everyone? Yes, sir. Yes. അതായത് ബാക്കി സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് അതിനെ s എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ s/n-12 ആണ് 72. അപ്പൊ s എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? s is equal to 72 × n-12. അതാണ് ബാക്കി സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക്. സോ 72 × n-12. ഓക്കെ, 72 × n-12. ഇതേ ഡിവൈഡഡ് ബൈ n ചെയ്താൽ ക്ലാസിന്റെ മൊത്തം ആവറേജ് ആയി. ക്ലാസിന്റെ മൊത്തം ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട് 76. സോ ദിസ് ഈസ് ഈക്വൽ ടു 76. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ആൻസർ ആയി. സോ അതാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ, നത്തിങ് ഡിഫിക്കൽട്ട്. ആ ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് നല്ലോണം ഉള്ള കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 10 × 100,000 പ്ലസ് 0 × 2 0 അത് ചെയ്യേണ്ട ആവശ്യമില്ല. 72 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ. അപ്പൊ 72n 72 × 12 സൈഡിൽ എവിടെയും ചെയ്താൽ മതി. 72 × 12 4 14 2 7 4 6 8 864. So minus 864 divided by n equal to 76. അടുത്ത സ്റ്റെപ്പിൽ 1000 minus 864 ചെയ്യാം. 1000 minus 864. 10 ന്ന് 4 പോയ 6, 9 ന്ന് 6 പോയ 3, 9 ന്ന് 8 പോയ 1, 136. അപ്പൊ 136 plus 72n equal to ഈ n നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇറ്റ് ഈസ് 76n. സോ 136 is equal to 76n minus 72n. ഈ 72n റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ടുപോയി. സോ ഇത് 4n ആയി മാറി. സോ 136 is equal to 4n. സോ n is equal to 136/4. 136/4 എങ്ങനെ ചെയ്യാം? 4 13 3 പ്രാവശ്യം, ബാക്കി 1 ഉണ്ട്, 34. So answer is 34. All of you got the answer? മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? ജസ്റ്റ് ആ ആവറേജ് എന്നുള്ള കൺസെപ്റ്റ് ഉള്ള കുട്ടിക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. നത്തിങ് ഡിഫിക്കൽട്ട്. ഓക്കെ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എൻട്രൻസിന് ക്രാക്ക് ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആലോചിച്ച സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് ഈ ടൈപ്പ് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോലത്തെ പ്രോബ്ലംസ് ഉണ്ടാവും. അത് സെലക്ട് ചെയ്ത് ചെയ്യാം.
ഓക്കെ, ഇതിലിപ്പോ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഒരു ആവറേജ് എങ്ങനെ കണക്കാക്കുന്നു എന്ന് ഉള്ള ഒരു കുട്ടിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ മാർക്കിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. ഓക്കെ, അതിൽ ആ റിമൈനിങ് സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് കിട്ടണ ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് തെറ്റ് വരാൻ ചാൻസ്. റിമൈനിങ് സ്റ്റുഡൻസിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 72 × n-12 ആയിരിക്കും. കാരണം 72 ആണ് അവരുടെ ആവറേജ് മാർക്ക്. ആവറേജ് മാർക്കിന്റെ കൂടെ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 12 മൈനസ് ചെയ്താൽ ബാക്കി സ്റ്റുഡൻസ് എന്ന് പറയുന്നത് n-12 ആണ്. അതിനെ ആവറേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ മാർക്ക് കിട്ടും. ഓക്കെ, സോ ആ ഒരു ഐഡിയ വെച്ചിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സെറ്റ് തിയറിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇഫ് a മൈനസ് ബി ഈക്വൽ ടു, ഇഫ് a മൈനസ് ബി ഈക്വൽ ടു, ഇങ്ങനെ ഈ നൊട്ടേഷൻ a മൈനസ് ബി എന്നുള്ളതാണ് അർത്ഥം. a മൈനസ് ബി ഈക്വൽ ടു സെറ്റ് a കോമ ബി, b മൈനസ് a equal to set C comma D and A intersection B equal to set E comma F, then set B equal to option A set A B C D, option B set E F C D. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സെറ്റിന്റെ ഒരു ബേസിക് ഐഡിയ ഉള്ള എല്ലാവർക്കും ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. A B E F, ഓപ്ഷൻ D C D A E, ഓപ്ഷൻ E D E A B. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് A intersection B? A intersection B എന്ന് പറഞ്ഞ എലമെന്റ്സ് വിച്ച് ഈസ് കണ്ടെയ്ൻസ് ബോത്ത് ഇൻ A ആൻഡ് B. റൈറ്റ്, എയിലും ബിയിലും ഉള്ള എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ A intersection B എന്ന് പറയുക. അപ്പൊ ഉറപ്പായിട്ട് ഇയും എഫും എവിടെ ഉണ്ടായേ പറ്റൂ? ബിയിൽ ഉണ്ടായേ പറ്റൂ. അപ്പൊ ഒബ്വിയസ്ലി ഇയും എഫും ബിയിൽ ഉണ്ടാവണം, ഒരു സംശയമില്ല. ഓക്കെ, ബിക്കോസ് A ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ബിയിലും ഉണ്ടാവണം എയിലും ഉണ്ടാവണം. A ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയിലും ഉണ്ടാവണം എയിലും ഉണ്ടാവണം. സോ ഇയും എഫും ബിയിൽ ഉണ്ടായേ പറ്റൂ. സോ ഇയും എഫും ബിയിൽ എന്തായാലും ഉണ്ടായേ പറ്റൂ. സോ ഓപ്ഷനിൽ ഇ എഫും ഉള്ള എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ഓപ്ഷൻസ്. അപ്പൊ ഇതർ ആൻസർ ഈസ് ബി ഓർ സി. ഓക്കെ, ഇനി A മൈനസ് ബി എടുക്കുക. A മൈനസ് ബി എ ബി ആണ് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം എയിലുണ്ട് ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ്. അപ്പൊ എ ബി ഒരിക്കലും ബിയിൽ ഉണ്ടാവില്ല. എ ബി എയിലുണ്ട് എന്നാ ബിയിൽ ഇല്ലാത്ത എലമെന്റ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, എയിലുണ്ട്. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെൻ ഡയഗ്രാം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു A സെറ്റ് A എടുത്തു, ഒരു സെറ്റ് B എടുത്തു, ഒരു സെറ്റ് A എടുത്തു, ഒരു സെറ്റ് B എടുത്തു. A മൈനസ് ബി എന്ന് പറഞ്ഞാൽ എലമെന്റ്സ് വിച്ച് കണ്ടെയ്ൻസ് ഇൻ A ബട്ട് നോട്ട് ഇൻ B, അതായത് ഈ റീജിയൻ. ഇതാണ് A മൈനസ് ബി. ശരിയല്ലേ? ഈ റീജിയനെയാണ് നമ്മൾ A മൈനസ് ബി എന്ന് പറയുന്നത്. B മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. ദിസ് ഇസ് B മൈനസ് എ ആൻഡ് ദിസ് ഇസ് A മൈനസ് ബി.
ഓക്കെ, സോ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് എന്നാൽ ബിയിലില്ലാത്ത ഭാഗം. അപ്പൊ എയിലുണ്ട് ബിയിലില്ല. അപ്പൊ എയിലുണ്ട് എയും ബിയും, പക്ഷെ ബിയിലില്ല. അപ്പൊ ബി ഈ എയും ബിയും എവിടെ ഉണ്ടാവില്ല? ബി എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടാവില്ല. അപ്പൊ എയും ബിയും ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ഇതാണ്. അപ്പൊ ആൻസർ ഇതായിരിക്കും ഉറപ്പായിട്ടും. കാരണം സി കോമ ഡി എവിടെ ഉണ്ട്? ബിയിലുണ്ട് എന്നാൽ എയിലില്ല. അപ്പൊ ബിയിലുള്ള എലമെന്റ്സ് ആണ് ഏത്? സിയും ഡിയും. അപ്പൊ നമുക്ക് സി ഡി ഓപ്ഷൻ ബി. ഇസ് ഇറ്റ് ക്ലിയർ ടു എവരിവൺ? ഒന്നുകൂടെ പറഞ്ഞിരുന്നോ? ഒന്നുകൂടെ പറഞ്ഞിരുന്നോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ്. വാട്ട് അബൌട്ട് അതേഴ്സ്? Others are not responding. Only Gadija is responding. Nisha, are you okay? Fine. Shiyas, are you okay? Fine. Yes, sir. Yes, very good. Okay. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. So that is the idea. Okay, A minus B എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ലാത്ത എലമെന്റ്സ് ആണ്. സോ എയിലുണ്ട് ബിയിലില്ലാത്ത എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എ ബി. അപ്പൊ എ ബി ഒരിക്കലും എവിടെ ഉണ്ടാവില്ല? ബിയിലുണ്ടാവില്ല. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുണ്ട് എയിലില്ലാത്ത എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എ എഴുതാൻ പറഞ്ഞാൽ എ ഷുഡ് ബി എ ബി ഇ എഫ് ആയിരിക്കും. എ എന്ന് പറയുന്നത് എ ബി ഇ എഫ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ചോദിച്ചിട്ടുള്ള ബി ആണ്. സോ ആൻസർ ഇസ് ഇ എഫ് സി. So that is the idea. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. Next question. In a class, 80 students numbered 1 to 80. 80 students numbered 1 to 80. All odd number students. Odd number students opt for cricket. Opt for cricket. Students whose numbers are divisible by 5 opt for football. Opt for football. And those who are and whose numbers, those not those, whose numbers are divisible by 7. Are divisible by 7. Opt for hockey. The number of students who do not opt any of the 3 games. Any of the 3 games is option A 13, option B 24, option C 28, option D 52,
ഓപ്ഷൻ ഇ 67. ഒരു ക്ലാസ്സിൽ 80 സ്റ്റുഡൻസ് ഉണ്ട്. അവർക്ക് ഓരോ റോൾ നമ്പർ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി. 1, 2, 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 80 വരെ ഓരോ റോൾ നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഓഡ് നമ്പർ സ്റ്റുഡൻസ് എല്ലാം ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തു. അപ്പൊ എത്ര സ്റ്റുഡൻസ് ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്തു? 40 സ്റ്റുഡൻസ് ഉണ്ടാവും അല്ലെ? 80 എത്ര പേർക്ക് ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുക? നേർ പകുതിയായിരിക്കും. സോ ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിന്റെ എണ്ണം 40 ആണ്. സ്റ്റുഡൻസ് ഹൂസ് നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 5, 5 ഡിവിസിബിൾ, അതായത് 5 റോൾ നമ്പർ വരുന്നത്, അതുപോലെ 10 റോൾ നമ്പർ വരുന്നത്, ഓക്കെ, 15 റോൾ നമ്പർ, 20 റോൾ നമ്പർ എല്ലാം ഫുട്ബോൾ ഓപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എൻ ഓഫ് എഫ് എന്ന് പറയുന്നത് 80/5 ആണ്. 80/5 എന്ന് പറയുന്നത് 13 വരും അല്ലെ? 13 അല്ല, 30 വരും അല്ല, സോറി, 16 വരും അല്ലെ? 80/5 16. ക്ലിയർ? അടുത്ത whose numbers are divisible by 7 divisible. അപ്പൊ 80/7 ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 11 വരും. 11 സ്റ്റുഡൻസ് ഉണ്ടാവും. 7 ഡിവിസിബിൾ ചെയ്യാൻ പറ്റുന്ന 11 സ്റ്റുഡൻസ് ഉണ്ടാവും. കോഷ്യന്റ് മാത്രം എടുത്താൽ മതി, റിമൈൻഡർ എടുക്കേണ്ട ആവശ്യമില്ല. 77 അല്ലേ വരിക. എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 11. നമ്മുടെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഡു നോട്ട് ഓപ്റ്റ് എനി ഓഫ് ദി 3 ഗെയിംസ്. ഒന്നിലും ഓപ്റ്റ് ചെയ്യാത്ത എത്ര പേരുണ്ട് എന്നുള്ള എനി ഓഫ് ദി 3 ഗെയിംസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ ഓഫ് സി യൂണിയൻ എഫ് യൂണിയൻ എച്ചിന്റെ കോംപ്ലിമെന്റ് ആണ്. അതായത് എൻ ഓഫ് അല്ല, സി യൂണിയൻ എഫ് യൂണിയൻ എച്ചിന്റെ കോംപ്ലിമെന്റ്. നമുക്ക് ഒരു വെൻ ഡയഗ്രാം വരച്ചാൽ വളരെ ഈസി ആയിട്ട് ഇത് പറയാൻ പറ്റും. ഓക്കെ, ഇത് ക്രിക്കറ്റ് ആണ് വിചാരിക്കാം. ക്രിക്കറ്റ് 40 പേരുണ്ട്. ഇത് ഫുട്ബോൾ ആണെന്ന് വിചാരിക്കാം. 16 പേര്. ഹോക്കി 11 പേരുണ്ട്. സോ നമുക്ക് വേണ്ടത് ഇതിലൊന്നിലും പെടാത്ത എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനെന്ത് ചെയ്താൽ മതി? എൻ ഓഫ് സി യൂണിയൻ എച്ച് യൂണിയൻ എഫ് കണ്ടുപിടിച്ചാൽ മതി. എൻ ഓഫ് സി യൂണിയൻ എച്ച് യൂണിയൻ എഫ് കണ്ടുപിടിക്കുക. അതായത് ഏതെങ്കിലും ഒന്നെങ്കിലും കളിച്ച് എത്ര പേരുണ്ട് എന്ന് കണ്ടുപിടിക്കുക. അതിനെ 80 നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഒന്നിലും പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ. ക്ലിയർ? ക്ലിയർ? ഏതെങ്കിലും ഒന്നിലെങ്കിലും ഉൾപ്പെട്ടിട്ടുള്ള എത്ര പേരുണ്ട് നോക്കുക. അതിൽ നിന്ന് 80 നിന്ന് അത് മൈനസ് ചെയ്യാം. ഏതെങ്കിലും ഒന്നിൽ പെട്ടിട്ടുള്ള എത്ര പേരുണ്ട് നോക്കുക. 80 നിന്ന് അത് മൈനസ് ചെയ്താൽ ബാക്കിയുള്ളവർ ഒന്നിലും പെടാത്തവരായിരിക്കും. ഓക്കെ, സോ എൻ ഓഫ് സി യൂണിയൻ എച്ച് യൂണിയൻ എഫിന്റെ ഫോർമുല എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് എഫ് മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എച്ച് മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എഫ് മൈനസ് എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എച്ച് പ്ലസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എഫ് ഇന്റർസെക്ഷൻ എച്ച്. അത് എൻ ഓഫ് എ യൂണിയൻ ബി യൂണിയൻ സിയുടെ ഫോർമുല. ഓക്കെ, ഇതെല്ലാം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും നമുക്ക് കാണുമ്പോൾ വളരെ ഭീകരമായി തോന്നുമെങ്കിൽ പോലും ഒന്ന് ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ക്വസ്റ്റ്യൻ. യൂണിയൻ ആണ് എടുക്കേണ്ടതെന്നുള്ള ബോധം മാത്രം വന്നാൽ മതി. ഓക്കെ, സോ ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം, നമുക്കിതിൽ എൻ ഓഫ് സി എൻ ഓഫ് എച്ച് എൻ ഓഫ് എഫ് ഒക്കെ തന്നിട്ടുണ്ട്. എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എച്ച് കാണണം. എന്താണ് സി ഇന്റർസെക്ഷൻ എച്ചിന്റെ അർത്ഥം? സി ഇന്റർസെക്ഷൻ എച്ചിന്റെ അർത്ഥം ക്രിക്കറ്റും കളിക്കണം, ഹോക്കിയും കളിക്കണം. ക്രിക്കറ്റിലും ഓപ്റ്റ് ചെയ്തിരിക്കണം, ഹോക്കിയും ഓപ്റ്റ് ചെയ്തിരിക്കണം. അതായത് ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഓഡ് റോൾ നമ്പേഴ്സ് വരുന്നതായിരിക്കണം. ക്രിക്കറ്റ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ. ഹോക്കി ഓപ്റ്റ് ചെയ്യണമെങ്കിലോ 7 ഡിവിസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ 7 ഡിവിസിബിൾ ആയിട്ടുള്ള എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് നോക്കാം. അപ്പൊ 7ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെ എഴുതിയാൽ 7 14 21 28 35 42 49 56 63 70 77. ഇതിൽ ഓടായിട്ടുള്ള എത്ര പേരുണ്ട്? ഓടായിട്ടുള്ള നേർ പകുതി ആയിരിക്കും അല്ലെ? ഓടായിട്ടുള്ള 1 2 3 4 5 6 6 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. സോ എൻ ഓഫ്
C intersection H is equal to 6 ആണ്. ഇനി അടുത്തത് C intersection F എന്ന് പറഞ്ഞാലോ, C intersection F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റും ഫുട്ബോളും കളിക്കണം. ഫുട്ബോൾ കളിക്കണമെങ്കിൽ ആളുടെ റോൾ നമ്പർ ഇസ് ഡിവിസിബിൾ ബൈ 5 ആയിരിക്കണം. അപ്പൊ 5ന്റെ ഇതില് 16 എണ്ണമാണ് ഉള്ളത് അല്ലെ. 16 പേര് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പകുതി പേരുടെ ഓടായിരിക്കും. കാരണം 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിന്റെ പ്രത്യേകത ഒരു ഓട് ഒരു ഈവൻ, പിന്നെ ഒരു ഓട് പിന്നെ ഒരു ഈവൻ, അങ്ങനെയാണ് പോവുക. അപ്പോ മൊത്തം എത്ര ഉണ്ടോ അതിന്റെ നേർ പകുതി ആയിരിക്കും ഓഡ് നമ്പേഴ്സ് ഉണ്ടാവുക. സോ എൻ ഓഫ്, ഒരു സെക്കൻഡ് ഞാൻ എന്റെ ലാപ്പ് ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കട്ടെ, ഒരു സെക്കൻഡ്. ഓക്കെ, സോ 5ന്റെ ഇതില് 16 പേരാണ് ഫുട്ബോൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. അതില് ഓഡ് റോൾ നമ്പേഴ്സ് കാരണം എത്ര ഉണ്ടാവും? നേർ പകുതി ആയിരിക്കും. സോ എൻ ഓഫ് C ഇന്റർസെക്ഷൻ F ഈക്വൽ ടു 8. ഓക്കെ, ഇനി ഫുട്ബോളും ഹോക്കി ആവണമെങ്കിൽ 5ന്റെ മൾട്ടിപ്പിളും ആയിരിക്കണം, 7ന്റെ മൾട്ടിപ്പിളും ആയിരിക്കണം. 5ന്റെയും 7ന്റെയും മൾട്ടിപ്പിൾ ആവണം എത്ര ഉണ്ട് നോക്കിയാൽ അറിയും. 7ന്റെ എഴുതിയിട്ടുണ്ടോ? അതിൽ 5 വരുന്ന എത്ര ഉണ്ട്? 1, 35-ല് 5 പോവും, 70-ലും 5 പോവും. അപ്പൊ എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ H ഈക്വൽ ടു 8 അല്ല 2. സോ നമുക്ക് എല്ലാം കിട്ടി. ഇനി C മൂന്നും കൂടെ വരുന്നത് അതായത് ഹോക്കി കളിക്കണം, ഓടായിരിക്കണം, ഒറ്റ ഒന്നേ ഉണ്ടാവുള്ളൂ, 35 മാത്രമേ ഉണ്ടാവുള്ളൂ. 35ന്റെ പ്രത്യേകത അത് ഓടാണ്, 5ന്റെ ഡിവിസിബിൾ ആണ്, 7ന്റെ ഡിവിസിബിൾ ആണ്. സോ ഇറ്റ് ഈസ് ഓൺലി 1. C ഇന്റർസെക്ഷൻ F ഇന്റർസെക്ഷൻ H ഈക്വൽ ടു 1. ഇനി നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Okay. So that is N of C union H union F equal to 40 plus 16 plus 11 plus 6 plus 8 plus 2 അല്ല മൈനസ് ആണ്. സോറി ഇവിടെ മൈനസ് ആണ്. -6 -8 -2 പ്ലസ് 1. സോ 40ഉം 16ഉം 56ഉം 11ഉം 67. 67ഉം 8 67 മൈനസ് 14 അല്ലേ, 16 പ്ലസ് 1. സോ 67 മൈനസ് 15 is 52. So N of C union H union F is 52. ഏതെങ്കിലും ഒന്നെങ്കിലും കളിക്കുന്ന ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് 52 ആണ്. പക്ഷെ നമുക്ക് ഒന്നിനും പെടാത്തവരെയാണ് ആവശ്യം. സോ യു ഹാവ് ടു മൈനസ് ദിസ് ഫ്രം 80. സോ 80 മൈനസ് 52 ആൻസർ ഈസ് 28. പലപ്പോഴും നമ്മൾ ചിലപ്പോ കുട്ടികൾ ഈ മൈനസ് ചെയ്യാൻ വിട്ടു. നിങ്ങൾ ക്വസ്റ്റ്യൻ മര്യാദയ്ക്ക് വായിക്കണം. അപ്പോ കറക്റ്റായിട്ട് ആൻസർ ശരിയാണോ എന്ന് ഉറപ്പിക്കണം. സോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഓപ്റ്റഡ് എനിത്തിങ്. Okay, number of students do not opt any of 3 games equal to 80 minus 52 equal to 20. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ എല്ലാവർക്കും? ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ, ഓക്കെ.
സോ ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ ആണ്, സെറ്റ് തിയറിയുടെ ബേസിക് ഐഡിയാസ് മതി. ഇതുപോലത്തെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഈ ഒരു പാറ്റേണിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വേറൊരു ചോദ്യം, ലെറ്റ് x and y be two non-empty sets, such that x intersection A equal to y intersection A equal to empty, and x union A equal to y union A for some non-empty set A. Then option A, x is a proper subset of y. Proper subset of y. Option B, y is a proper subset of x. Y is a proper subset of x. Option C, x equal to y. Option D, x and y are disjoint sets. Option E, x minus A equal to empty. ഇതൊരു കുറച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വെൻ ഡയഗ്രാം വരച്ചാൽ അതൊക്കെ വളരെ ഈസി ആയിട്ട് കാണിക്കാൻ പറ്റും. എക്സ് ആദ്യം വരയ്ക്കുക, പിന്നെ വൈ വരയ്ക്കുക. എക്സ് ഇന്റർസെക്ഷൻ എയും വൈ ഇന്റർസെക്ഷൻ എയും എംറ്റി ആയിരിക്കും. എക്സ് ഇന്റർസെക്ഷൻ എയും വൈ ഇന്റർസെക്ഷൻ എയും എംറ്റി ആയിരിക്കും. അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് ഇത് രണ്ടുമായിട്ടും ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അപ്പോ എ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഓക്കെ, സോ ദിസ് ഈസ് എ, ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് എക്സ്. എന്നാ എക്സ് യൂണിയൻ എ ഈക്വൽ ടു വൈ യൂണിയൻ എ ആയിരിക്കണം. അതങ്ങനെയായിരിക്കും. എക്സ് യൂണിയൻ എ ഈക്വൽ ടു വൈ യൂണിയൻ എ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും എന്തു പറയാൻ പറ്റും? സോ ഇത് വളരെ ഈസിയാണ്. ഇപ്പോ എക്സും വൈ ഈക്വൽ ആവാതെ ഒരിക്കലും നമുക്ക് എക്സ് യൂണിയൻ എ ഈക്വൽ ടു വൈ യൂണിയൻ എ എന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഇവിടെ കുറെ എലമെന്റ്സ് ഉണ്ട്. ഇതും തമ്മിൽ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. ഈ റീജിയൻ ആണ് എക്സ് യൂണിയൻ എ എന്ന് പറയുന്നത്. വൈ യൂണിയൻ എ എന്ന് പറഞ്ഞാലോ ഈ റീജിയൻ ആണ്. ഇതും ഈ റീജിയൻ ആണ്. ഈ രണ്ട് റീജിയൻസ് ആണ്. അപ്പൊ ഇത് രണ്ടും സെയിം ആയിട്ട് വരണമെങ്കിൽ ഈ രണ്ട് റീജിയനും സെയിം ആയി അല്ലേ പറ്റൂ. അപ്പൊ ആൻസർ ഈസ് C1, എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? തമ്മിൽ ഇന്റർസെക്ഷൻ ഇല്ലാത്തത് കൊണ്ട് എ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കേണ്ടി വരും. അങ്ങനെ എ സെപ്പറേറ്റ് ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ എക്സ് യൂണിയൻ എ എന്ന് പറയുന്നത്, ഇപ്പോ എക്സ് യൂണിയൻ എ എന്ന് പറയുന്നത് എക്സ് കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണം, എയും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണം. വൈ യൂണിയൻ എന്ന് പറഞ്ഞാൽ വൈ കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണം, എയും കംപ്ലീറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിലോ, ഇത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ എക്സും വൈ ഈക്വൽ ആയി പറ്റും. അല്ലാണ്ട് ഒരിക്കലും ഇത് ഈക്വൽ ആവില്ല. സോ എക്സ് ഈക്വൽ ടു വൈ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാത്തോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ.
Next question. The set A minus B union B minus A. A minus B union B minus A is equal to option A, A minus A intersection B intersection B minus A intersection. Option D, option B. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. A union B minus A intersection B. Option C, A minus A intersection B. Option D, A complement intersection B minus A union B. Option E, A complement intersection B minus A union B complement. ഈ സ്ലാഷ് എന്ന് കോംപ്ലിമെന്റ്. ആദ്യം ഇതിന്റെ വെൻ ഡയഗ്രാം വരയ്ക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ്. ഇതിന്റെ വെൻ ഡയഗ്രാം ആദ്യം എ, പിന്നെ ബി. സപ്പോസ് ദിസ് ഇസ് എ ആൻഡ് ദിസ് ഇസ് ബി. വാട്ട് ഈസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. ബി മൈനസ് എ എന്ന് പറഞ്ഞാലോ? ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. അത് എയിൽ കണ്ടെയ്ൻ ചെയ്യുന്നതും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള റീജിയൻ, അതിനെയാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ള റീജിയനും എന്നാൽ എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള, ബിയിലുള്ളതും എയിൽ ഇല്ലാത്തതുമായിട്ടുള്ള റീജിയൻ. ഓക്കെ, സോ ദിസ് വൺ തമ്മിലുള്ള യൂണിയൻ ആണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഈ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള റീജിയൻ ആണ് നമ്മുടെ സെറ്റ്. ഇത് താഴെ പറയുന്ന എന്തിനോട് ഈക്വൽ ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മാറ്റിയാൽ ഈ റീജിയൻ ആണ്. ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ ആണ്. ഇത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ പറഞ്ഞത്. അത് ഫോൾസ് ആണ്. കാരണം നമുക്ക് വേണ്ടത് ഇന്റർസെക്ഷൻ അല്ലല്ലോ, ഇത് തമ്മിലുള്ള യൂണിയൻ അല്ലേ. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫോൾസ് ആണ്. ഒന്നുകൂടെ പറയാം. എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മാറ്റണം. എയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മാറ്റി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റിൽ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് കിട്ടുക. ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മാറ്റണം. അപ്പൊ ഈ റൈറ്റിൽ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് കിട്ടുക. നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഇത് തമ്മിലുള്ള യൂണിയൻ ആണ് നമ്മുടെ സെറ്റ്. പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് അത് തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. സോ ഫസ്റ്റ് ഓപ്ഷൻ ഫാൾസ് ആണ്. ആക്ച്വലി ഇത് നമ്മൾ ഇന്റർസെക്ഷൻ എംപ്റ്റി ആണ്. എ യൂണിയൻ ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റീജിയൻ ആണ്. എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന കംപ്ലീറ്റ് റീജിയൻ. അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ ഈ നടുവിലത്തെ പോർഷൻ മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടിയ ഈ റീജിയൻ തന്നെയാണ്. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ട്രൂ. ബാക്കിയുള്ളത് നോക്കേണ്ട ആവശ്യമില്ല. ഓൺലി വൺ ഓപ്ഷൻ ട്രൂ. അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ശരി. മനസ്സിലായോ? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹലോ, മനസ്സിലായി? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Next question. The number of students who take both the subjects mathematics and chemistry is 30. This represents 10% of the enrollment in mathematics. And 12% of the enrollment in chemistry. How many students? Very interesting question. How many students take at least one of these two subjects? Okay. Option A 520. Option B 490. Option C 560. Option D 480. Option E 540. Okay. അതായത് മാത്സും കെമിസ്ട്രിയും സബ്ജക്ട് എടുത്തിട്ടുള്ള ആൾക്കാര് 30 പേരാണ്. സോ N of M intersection C. M intersection C equal to 30. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N of M യൂണിയൻ സി ആണ് കേട്ടോ. കാരണം അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു സബ്ജക്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് N of M യൂണിയൻ സി ആണ്. ഇതിൽ നമുക്ക് തന്നിട്ടുള്ളൊരു ഇൻഡിക്കേഷൻ 10% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ മാത്തമാറ്റിക്സ് ആണ്, 12% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ കെമിസ്ട്രി ആണ്. ഓക്കെ, 10% ആൾക്കാർ മാത്തമാറ്റിക്സ് എടുത്തിട്ടുണ്ട്, 12% ആൾക്കാർ കെമിസ്ട്രി ചൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും ചൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം 30. ഒന്ന് പെർസെന്റേജിലാണ് തന്നിട്ടുള്ളത്, ഒന്ന് കൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ്. ഓക്കെ, നമുക്കൊരു വെൻ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, ഇതില് നടുവില് 30, ഇത് M ആണ്, ഇത് C ആണ് വിചാരിക്കുക, മാത്സ് കെമിസ്ട്രി. ഈ പോർഷൻ എക്സ്, ഈ പോർഷൻ വൈ. സോ 30 പ്ലസ് എക്സ് ആണ് ടോട്ടൽ മാത്സിന്റെ എണ്ണം. ടോട്ടൽ മാത്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 30 പ്ലസ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് 10%. അതെന്ന് പറയുന്നത് 10%. സോ യു ക്യാൻ റൈറ്റ് 30 ഈക്വൽ ടു, അത് മാത്സിന്റെ ടോട്ടൽ എണ്ണത്തിന്റെ 10% ഈ കൗണ്ട് എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? മാത്സിന്റെ ടോട്ടൽ എത്ര പേര് മാത്സ് എൻറോൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ 10% മാത്സും കെമിസ്ട്രിയും ഉള്ള എണ്ണം. ഓക്കെ, അപ്പൊ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് മാത്സ് കൗണ്ട് ചെയ്തിട്ടുള്ളത് 30 പ്ലസ് എക്സ് ആണ്. ഈ 30 പ്ലസ് എക്സിന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പ്ലസ് എക്സ് ഇൻറ്റു 10/100.
30 പ്ലസ് എക്സ് ഇൻറ്റു 10/100. ഇത് 30 ആണ്. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ദിസ് റെപ്രസെന്റ്സ്, അതായത് മാത്സും കെമിസ്ട്രിയും എടുത്തുള്ളവരുടെ എണ്ണം 30 ആണ്. ദിസ് റെപ്രസെന്റ്സ് 10% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് 12% ഓഫ് ദി എൻറോൾമെന്റ് ഇൻ കെമിസ്ട്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ഓക്കെ. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് 10% എൻറോൾമെന്റ് ഇൻ അതായത് എത്ര പേര് മാത്സ് എടുത്തിട്ടുണ്ടോ അതിന്റെ 10% രണ്ടിലും ഉള്ളത്. അതുപോലെ എത്ര പേര് കെമിസ്ട്രി എടുത്തിട്ടുണ്ടോ അതിന്റെ 12% രണ്ടിലും ഉള്ളത് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോ മാത്സ് എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 30 പ്ലസ് എക്സ് ആണ്. ഈ നടുവിലുള്ള 30യും ഇപ്പത്തുള്ള എക്സും. അപ്പൊ 30 പ്ലസ് എക്സിന്റെ 10% ആണ് 30. അപ്പൊ വാട്ട് ഈസ് എക്സ്? ഇത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാലോ. സോ എക്സ് എന്താ വരിക? ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 30 ഇൻറ്റു 100 3000 ഈക്വൽ ടു 300 പ്ലസ് 10x. ദാറ്റ് ഈസ് ഇത് ഇങ്ങോട്ട് പോയാൽ 2700 ഈക്വൽ ടു 10x. സോ ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 270. എക്സ് ഇസ് ഈക്വൽ ടു 270. ഇതേപോലെ നമുക്ക് അപ്പൊ എക്സ് 270 ആണ്. എക്സ് 270 ആണ്. അപ്പൊ മാത്സ് എടുത്തത്, മാത്സ് മാത്രം എടുത്തിട്ടുള്ള ആൾക്കാർ 270 ആണ്. കെമിസ്ട്രി എടുക്കാതെ മാത്സ് മാത്രം എടുത്തിട്ടുള്ള ആൾക്കാർ 270 ആണ്. ഇതുപോലെ 12% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് 30 ഈക്വൽ ടു വൈ പ്ലസ് എക്സ് 30 വൈ പ്ലസ് 30 ഇൻറ്റു 12/100. അതായത് ടോട്ടൽ കൗണ്ട്, കെമിസ്ട്രിയുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 30 പ്ലസ് വൈ ആണ്. അതിന്റെ 12% ആണ് ഈ കൗണ്ട്. സോ വൈ പ്ലസ് 30 ഇൻറ്റു 12/100 ഈക്വൽ ടു 30. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേപോലെ 3000 ഈക്വൽ ടു 12 ഇൻറ്റു 3 36, 3600 അല്ല 360. സോ 12y പ്ലസ് 360 ഇത് മൈനസ് ചെയ്യാം. അപ്പൊ 3000 മൈനസ് 360 0 10 6 പോയ 4 9 3 പോയ 6 2 2640. 2640 ബൈ 12 ആണ് വൈ കിട്ടുക. 12 26 2 പ്രാവശ്യം, ബാക്കി 2 ഉണ്ടാവും. സോ യു വിൽ ഗെറ്റ് 220. ഓക്കെ, 220. സോ വൈ ഈക്വൽ ടു 220. കെമിസ്ട്രി മാത്രം എടുത്തിട്ടുള്ള ആള് 220. ഓക്കെ, അപ്പോ ഇത് നമ്മൾ ആഡ് ചെയ്താൽ മതി ആൻസർ കിട്ടാൻ. ഇസ് ഇറ്റ് കറക്റ്റ്? 220 പ്ലസ് 270 പ്ലസ് 30. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും എടുത്തിട്ടുള്ള ആൾക്കാർ 220. അത് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇത് ഫുൾ റീജിയൻ ആണ്. ഫുൾ റീജിയൻ എന്ന് പറയുമ്പോൾ എം എക്സ് പ്ലസ് 30 പ്ലസ് വൈ, എക്സ് പ്ലസ് 30 പ്ലസ് വൈ, ഇതിന്റെ ഒക്കെ ടോട്ടൽ കൗണ്ട് 220 പ്ലസ് 270. 220 പ്ലസ് 270 ഈക്വൽ ടു എത്ര വരും? 490. യെസ്, 490 പ്ലസ് 30 520. The answer is 520. All of you clear about the question? Any doubt? Clear ആണോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? അതായത് നമുക്ക് തന്നിട്ടുള്ളത് കെമിസ്ട്രിയും മാത്സും ചൂസ് ചെയ്ത ആൾക്കാരുടെ എണ്ണാണ്. അത് 30 ആണ്. ആ നമ്പർ എന്ന് പറയുന്നത് മൊത്തം മാത്സ് എടുത്ത ആൾക്കാരുടെ 10%, മൊത്തം കെമിസ്ട്രി എടുത്ത ആൾക്കാരുടെ 12%. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒന്നെടുത്ത എത്ര പേരുണ്ട്? നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു. അതിൽ ഇന്റർസെക്ഷൻ 30 ആണ്. മാത്സ് മാത്രം എടുത്തത്, കെമിസ്ട്രി എടുക്കാത്തവരുടെ എണ്ണത്തിന് എക്സ് എന്ന് വിളിച്ചു. കെമിസ്ട്രി മാത്രം എടുത്തിട്ട് മാത്സ് എടുക്കാത്തവരുടെ എണ്ണത്തിന് വൈ എന്ന് വിളിച്ചു. നമുക്ക് വേണ്ടത് യൂണിയൻ ആണ്. ഏതെങ്കിലും ഒന്നെങ്കിലും എടുത്ത ആൾക്കാരുടെ എണ്ണാണ്. സോ എക്സ് പ്ലസ് 30 പ്ലസ് വൈ ആണ് നമ്മുടെ ആൻസർ. എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് യൂസ് ചെയ്തു. എന്താണ്? മൊത്തം കൗണ്ട് എന്ന് പറയുന്നത് 30 പ്ലസ് എക്സ് ആണ്. 30 പ്ലസ് എക്സിന്റെ 10% ആണ് 30. അതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടും. അതുപോലെ മൊത്തം കൗണ്ട് 30 പ്ലസ് വൈയുടെ
12% ആണ് 30. സോ വൈയും കിട്ടും. സോ നമ്മളിത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. Is it clear? Is it clear to everyone? Any doubt? Okay. So we can stop the class today. നാളെ നമുക്ക് ഇതിന്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ സെറ്റ് തിയറിയിൽ നിന്ന് കുറച്ച് നമുക്ക് പ്രോബബിലിറ്റിയിലേക്കൊക്കെ പോവാം. പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ട്രിഗണോമെട്രി, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അങ്ങനത്തെ ടോപ്പിക്കിലേക്കൊക്കെ പോവാം. കാരണം ഇപ്പൊ നമുക്ക് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മാത്രം തന്നെ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കിട്ടും. ഈ പ്രോബബിലിറ്റി അതുപോലെ ഇപ്പൊ പഠിച്ച സെറ്റ്സ് ഒക്കെ കൂടെ ഇതെല്ലാം കൂടെ നിങ്ങൾക്കൊരു 5-6 ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ ഇന്നലെ പഠിപ്പിച്ച മെട്രിസസുമായി ബന്ധപ്പെട്ട ഒരു 3 ക്വസ്റ്റ്യൻ കിട്ടും. അങ്ങനെ മൊത്തത്തിൽ ഒരു 40 to 50 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ചെയ്യാനുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്രാഷ് കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഓക്കെ, താങ്ക് യു.